GNM വേഴ്സസ് BSc നഴ്സിംഗ് നിങ്ങൾ തമ്മിൽ കണ്ടിട്ടായിരിക്കും ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. കാരണം ഒത്തിരി കുട്ടികൾക്കുള്ള ഡൗട്ടാണ് BSc നഴ്സിംഗ് എന്താണ്, GNM എന്താണ്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്. +2 സയൻസ് കഴിഞ്ഞതിന് ശേഷം പല കുട്ടികളും ചിന്തിക്കുന്നതാണ്, എന്തിനാണ് 4 വർഷത്തെ BSc നഴ്സിംഗ് പഠിക്കുന്നത്, 3 വർഷം കൊണ്ട് നമുക്ക് GNM പഠിച്ചൂടെ, അതല്ലേ ബെറ്റർ എന്ന് ചോദിക്കുന്ന കുട്ടികളുണ്ട്. അതുപോലെ തന്നെ +2 കമ്പ്യൂട്ടർ സയൻസ്, ഹ്യൂമാനിറ്റീസ്, കോമേഴ്സ്, VHSC അതായത് ബയോളജി പഠിക്കാത്ത കുട്ടികൾ എന്നാൽ മെഡിക്കൽ മേഖലയിൽ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് നഴ്സിംഗ് എന്ന് പറയുന്നത്. മെഡിക്കലിൽ തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റി വിദേശ രാജ്യങ്ങളിലോട്ട് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ടോപ്പ് ഒരു സാധ്യത ഉള്ള ഒരു പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ജോലി അല്ലെങ്കിൽ ഒരു കരിയർ എന്ന് പറയുന്നത് എന്താണ്, നഴ്സിംഗ് ആണ്. അപ്പോൾ +2 സയൻസ് പഠിക്കാത്ത കുട്ടികൾക്ക് നഴ്സിംഗിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമും GNM ആണ്. അപ്പോൾ ഈ GNM എന്താണ്, BSc നഴ്സിംഗ് എന്താണ്, GNM-ഉം BSc നഴ്സിംഗും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, ഇത് രണ്ടും പഠിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഹയർ എഡ്യൂക്കേഷൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ജോലി എങ്ങനെ ആയിരിക്കും, സാലറി എന്തായിരിക്കും എന്നൊക്കെ ഒരുപാട് ഡൗട്ടുകളുള്ള കുട്ടികളുണ്ട്. ഇപ്പോഴും നിരന്തരം ഇതുപോലത്തെ ഡൗട്ടുകൾ മെസ്സേജ് അയക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഈ രണ്ട് കോഴ്സുകളെ കുറിച്ചിട്ടുള്ള ഡിഫറൻസസ് ആണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ആഫ്റ്റർ +2 മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾക്ക് ഈ +2 കഴിഞ്ഞതിന് ശേഷം ഉപരിപഠന സാധ്യതകൾ, എൻട്രൻസ് ന്യൂസസ്, ഇതുപോലത്തെ +2 കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കുക. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ GNM എന്താണെന്ന് ചോദിക്കുമ്പോൾ GNM എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ പ്രോഗ്രാമാണ്. BSc നഴ്സിംഗ് എന്ന് പറയുന്നത് BSc എന്ന് പറയുന്നത് എന്താ, ബാച്ചുലർ ഓഫ് സയൻസ്, ബാച്ചുലർ ഡിഗ്രിയാണ് നമുക്ക് കിട്ടുന്നത്. ബാച്ചുലർ ഡിഗ്രി എന്ന് പറയുമ്പോൾ ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ് നമ്മൾ കിട്ടുന്നത്. അപ്പോൾ BSc ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനാണോ ഡിഗ്രി സർട്ടിഫിക്കറ്റിനാണോ വാല്യൂ കൂടുതൽ, അത് തീർച്ചയായിട്ടും ഡിഗ്രിക്കാണ് അതിന്റെ വാല്യൂ കൂടുതൽ. അതായത് വളരെ സിമ്പിളായിട്ട് +2 പഠിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞുതരാം. അതായത് 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റിനാണോ +2 സർട്ടിഫിക്കറ്റിനാണോ വാല്യൂ കൂടുതൽ ഉണ്ടാവുക, തീർച്ചയായിട്ടും +2 സർട്ടിഫിക്കറ്റിനല്ലേ. അതേപോലെ തന്നെയാണ് ഈ ഡിപ്ലോമ സർട്ടിഫിക്കറ്റിനാണോ ഡിഗ്രി സർട്ടിഫിക്കറ്റിനാണോ വാല്യൂ ഉണ്ടാവുക, തീർച്ചയായിട്ടും ഡിഗ്രി സർട്ടിഫിക്കറ്റിനായിരിക്കും. അതായത് 10ാം ക്ലാസ് കഴിഞ്ഞൊരു കുട്ടിക്ക് +1 +2 സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ പോളിടെക്നിക്, ITI പോലുള്ള ചില കോഴ്സുകളിലോട്ട് മാത്രമേ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ +2 കഴിഞ്ഞ കുട്ടികൾക്ക് ഓപ്പണിംഗ് കിട്ടുന്ന എത്രത്തോളം ഉണ്ടായിരിക്കും, ആ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ഉണ്ടാവില്ലേ. എന്തിലോട്ട് വേണമെങ്കിലും +2 കഴിഞ്ഞ കുട്ടികൾക്ക് പോകാൻ പറ്റും. ഡിഗ്രി പഠിക്കണോ ഡിഗ്രിക്ക് പോവാം, ഡിപ്ലോമക്ക് പോകണോ ഡിപ്ലോമക്ക് പോവാം, ഷോർട്ട് ടേം കോഴ്സ് പഠിക്കണോ ഷോർട്ട് ടേം കോഴ്സ് പഠിക്കാം. ഓപ്പണിങ്ങും ഓപ്പർച്യൂണിറ്റീസും എപ്പോഴും നമ്മുടെ സർട്ടിഫിക്കറ്റ് വാല്യൂ കൂടുന്തോറും അതിന്റെ ഒരു സാധ്യതകളും കൂടും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഈ ഒരു രീതിയിൽ നോക്കുന്ന സമയത്ത് എന്തായാലും BSc നഴ്സിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം BSc നഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം അത്രത്തോളം ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇതിലൊരു ഒരു പക്ഷേ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതെന്താന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ +2 കഴിഞ്ഞതിന് ശേഷം എക്സ്പെഷ്യലി സയൻസ് എടുക്കാത്ത കുട്ടികളുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട് സയൻസ് എടുത്തിട്ടില്ല നിർഭാഗ്യവശാൽ. പക്ഷെ +1 +2 കഴിഞ്ഞതിന് ശേഷം അവർക്ക് നേഴ്സ് ആവണം, നഴ്സിംഗ് മേഖലയിലോട്ട് വരണം, നല്ല ജോലി കിട്ടണം, ഓപ്പർച്യൂണിറ്റീസ് വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനത്തെ കുട്ടികൾക്ക് എപ്പോഴും GNM ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അവർക്ക് വീണ്ടും ഒരു +1 +2 വീണ്ടും 2 വർഷം പോയി പഠിക്കുക, അല്ലെങ്കിൽ NIOS വഴി 1 വർഷം വേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എഴുതിയെടുക്കുക എന്ന് പറയുന്നത് പ്രാക്ടിക്കലി 1 വർഷം കൂടി കൂടുതൽ പഠിക്കേണ്ടി വരും. ആ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താ, GNM ജോയിൻ ചെയ്തിട്ട് ജനറൽ നഴ്സിംഗ് പഠിച്ച് പിന്നീട് നമുക്ക് BSc താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ BSc മാറാൻ പറ്റും എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ബേസിക് ആയിട്ട് ഈ കോഴ്സ് ടൈപ്പ് നോക്കുന്ന സമയത്ത് GNM എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമ സർട്ടിഫിക്കറ്റും BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റും ആണ്. ഇനി ഈ രണ്ട് കോഴ്സിന്റെ പഠിക്കാനുള്ള ഡ്യൂറേഷനെ കുറിച്ച് പറഞ്ഞുതരാം. GNM എന്ന് പറയുന്ന കോഴ്സ് യൂഷ്വലി 3 വർഷം ദൈർഘ്യം വരുന്ന പ്രോഗ്രാമാണ്. 3 വർഷമാണ് ഈ കോഴ്സിന്റെ ഡ്യൂറേഷൻ വരുന്നത്. +2 കഴിഞ്ഞതിന് ശേഷം 3 വർഷം നമ്മൾ കോളേജിൽ പോയി പഠിച്ചാൽ നമുക്ക് GNM സർട്ടിഫിക്കറ്റ് കിട്ടും. പക്ഷെ BSc നഴ്സിംഗ് എന്ന് പറയുന്നത് 4 ഇയർ കോഴ്സാണ്. അതിൽ കുറച്ചും കൂടി കൂടുതൽ പഠിക്കാണ്ടാവും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇനിയിപ്പോൾ സയൻസ് പഠിച്ചിറങ്ങിയ +1 +2 സയൻസ് പഠിച്ചിറങ്ങിയ കുട്ടികൾ, അതും ബിലോ ആവറേജ് മാർക്ക്, അതായത് ഈ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും പഠിക്കാൻ നല്ല ബുദ്ധിമുട്ട് ജസ്റ്റ് പാസ്സായ കുട്ടികളുണ്ടാവും. ഇങ്ങനത്തെ കുട്ടികൾക്ക് BSc നഴ്സിംഗ് എന്ന് പറയുന്നത് വലിയൊരു തലവേദനയാണ്. കാരണം BSc നഴ്സിംഗ് പഠിച്ച് പാസ്സാവുക എന്ന് പറയുന്നത് അത്രത്തോളം പഠിക്കാനുണ്ട്. അതായത് ഒരു MBBS ഡോക്ടർ എത്രത്തോളം പഠിക്കുന്നുണ്ടോ, ഇപ്പോൾ സർജറി അല്ലെങ്കിൽ ഫാർമക്കോളജി പോലുള്ള ചില സബ്ജക്റ്റുകൾ ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ. നഴ്സിംഗിനും ഏകദേശം MBBS അത്ര തന്നെ ഏകദേശം പഠിക്കാനുള്ള ഒരു സിലബസ് ആണ് നഴ്സിംഗിൻ്റെതും. അപ്പോൾ നഴ്സിംഗ് പഠിക്കാൻ നല്ല ടഫാണ്. അപ്പോൾ സയൻസ് കഴിഞ്ഞ കുട്ടികളും BSc നഴ്സിംഗ് പഠിക്കാൻ ടഫാണെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് ചെയ്യാൻ പറ്റുന്നത് നഴ്സിംഗ് കരിയറിലോട്ട് വരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ BSc അത്രത്തോളം പഠിക്കാൻ ടഫാണ്,
പഠിച്ച് പാസ്സാവില്ല എന്ന് ഉറപ്പുള്ള കുട്ടികൾക്ക് നിർബന്ധമായിട്ടും GNM ചെയ്യാം. അങ്ങനെ നോക്കുമ്പോൾ GNM ബെസ്റ്റ് ഓപ്ഷനാണ്. അതല്ലാതെ നമ്മൾ +1 +2 പഠിക്കാൻ കുറച്ചും കൂടി ഈസിയാണ്, അല്ലെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗ് പഠിച്ചെടുക്കാൻ കുറച്ചും കൂടി പറ്റും എന്ന് തോന്നുന്ന കുട്ടികൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, സാമ്പത്തികത്തിന്റെ പ്രശ്നം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ള പ്രശ്നങ്ങൾ കൊണ്ടോ ഒരിക്കലും ഇപ്പൊ നഴ്സിംഗിന് അഡ്മിഷൻ കിട്ടിയിട്ടില്ല എന്ന് കരുതിയിട്ട് ഇനി നമുക്ക് എന്തായാലും GNM പോവാം, രണ്ടും നഴ്സ് അല്ലേ എന്ന് വിചാരിച്ചിട്ട് GNM പോവാന്ന് പറയുന്നത് മഹാമണ്ഡത്തരാണെന്ന് ഞാൻ പറയുള്ളൂ. അത് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് രണ്ടാമത്തെ കാര്യം. ഇനി എലിജിബിലിറ്റിനെ കുറിച്ച് പറഞ്ഞുതരാം. എലിജിബിലിറ്റി എന്ന് പറയുമ്പോൾ GNM എന്ന് പറയുമ്പോൾ എനി +2 ആണ്. +2 മാത്രം മതി. അതായത് സയൻസ് ആവാം, കൊമേഴ്സ് ആവാം, ഹ്യൂമാനിറ്റീസ് ആവാം, കമ്പ്യൂട്ടർ സയൻസ് ആവാം, VHSC ആവാം. +2 ഉള്ള കുട്ടികൾക്ക് എന്ത് ചെയ്യാം, GNM പഠിക്കാൻ പറ്റും. പക്ഷേ BSc നഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ +2 ബയോളജി സയൻസ് നിർബന്ധമായിട്ടും പഠിക്കണം. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ച കുട്ടികൾക്ക് മാത്രമേ BSc നഴ്സിംഗിലോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ GNMന്റെ ജോലിനെ കുറിച്ച് പറയുമ്പോൾ BSc നഴ്സിംഗിന്റെ ജോലിയും തമ്മിലുള്ള മാറ്റങ്ങൾ പറയുമ്പോൾ എപ്പോഴും BSc നഴ്സുമാരുടെ അണ്ടറിലായിരിക്കും GNMമാർ വർക്ക് ചെയ്യുക. കാരണം GNMമാർ ബേസിക് ആയിട്ടുള്ള നഴ്സിംഗ് സ്കില്ലുകൾ മാത്രമേ GNMമാർക്ക് കിട്ടുന്നുള്ളൂ, ജനറൽ നഴ്സുമാർക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ പേഷ്യന്റ് കെയറിങ്, മിഡ്വൈഫറി, അതുപോലെ തന്നെ ബേസിക് ആയിട്ടുള്ള പേഷ്യന്റ് സ്കില്ലുകൾ, അതായത് ക്ലിനിക്കൽ സ്കില്ലുകൾ, നഴ്സിംഗ് സ്കില്ലുകൾ മാത്രമേ GNMമാർക്ക് കിട്ടുന്നുള്ളൂ. പക്ഷെ BSc നഴ്സിംഗിലോട്ട് വരുന്ന സമയത്ത് ഇൻഡെപ്ത് ആയിട്ട് നമുക്ക് നഴ്സിംഗ് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതായത് അത്രത്തോളം സിലബസ് പഠിക്കാനുണ്ട്, അത്രത്തോളം തിയറി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ പ്രാക്ടിക്കൽ മാത്രമല്ല തിയററ്റിക്കൽ നോളജും കൂടി കൂടുതൽ കിട്ടുന്നത് BSc നഴ്സുമാർക്കാണ്. അതുപോലെ തന്നെ പിന്നെ മെഡിക്കൽ റിസർച്ച് മേഖലയിലോട്ട് അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, BSc നഴ്സിംഗിന്റെ അതായത് രണ്ടിന്റെയും ജോലി പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് സെയിം ആണെന്നുണ്ടെങ്കിലും അടിപൊളി നോളജും അതുപോലെ തന്നെ അടിപൊളി കാഴ്ചപ്പാടുകളും അടിപൊളി സ്കില്ലും എപ്പോഴും കൂടുതൽ ഉണ്ടാവുക BScക്കാർക്കായിരിക്കും. പിന്നെ BSc നഴ്സിംഗിന്റെ വേറൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് നമുക്ക് പിന്നെയും ടോപ്പ് ലെവലിലോട്ട് ഹയർ എഡ്യൂക്കേഷൻ പോകാൻ പറ്റും. അതായത് ഇനി ഹയർ എഡ്യൂക്കേഷനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതായത് BSc നഴ്സിംഗിന്റെയും അതുപോലെ തന്നെ GNMന്റെയും ഹയർ എഡ്യൂക്കേഷൻ നോക്കുന്ന സമയത്ത് BSc നഴ്സിംഗിന് ഒരുപാട് മേഖലകൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. GNM എന്ന് പറയുന്ന 3 വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, ആ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കഴിഞ്ഞു. അതോടുകൂടി നമുക്ക് പഠനം നിർത്താനേ പറ്റത്തുള്ളൂ. പിന്നെ നമുക്ക് 2 കൊല്ലം ഡ്യൂറേഷൻ വരുന്ന പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. അത് 2 വർഷം ഡ്യൂറേഷൻ വരുന്ന ഒരു PG ഡിപ്ലോമ പ്രോഗ്രാം ആണത്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് BSc നഴ്സിംഗിന്റെ അതേ വാല്യൂലോട്ട് എത്താൻ പറ്റും. അപ്പോൾ 3 കൊല്ലത്തെ GNMും അതിന്റെ ശേഷം ഒരു 2 വർഷത്തെ കോഴ്സ് ആകുമ്പോഴേക്കും 5 വർഷം എടുക്കും. അതായത് ഞാൻ പറയുന്നത് ഇപ്പൊ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും ഒക്കെ പഠിച്ചിറങ്ങിയ കുട്ടികൾക്ക് ഇപ്പൊ BSc നഴ്സിംഗിന്റെ അതേ വാല്യൂലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ GNM എടുത്തിട്ട് നമുക്ക് പിന്നെയും 2 വർഷത്തെ കോഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ BSc നഴ്സിംഗിന്റെ അതേ ലെവലിലോട്ട് എത്താൻ പറ്റും എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പൊ കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞതിന് ശേഷം GNM എടുക്കുന്നത് നല്ലതാണ്. പക്ഷെ സയൻസ് എടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ GNM എടുക്കുന്നത് 1 വർഷം നമ്മുടെ കരിയറിൽ നിന്ന് നഷ്ടപ്പെടും. അപ്പൊ ആ രീതിയിൽ ചിന്തിക്കുമ്പോൾ GNM മഹാമണ്ഡത്തരാണ്. അപ്പോൾ ഇതിന്റെ ഒരു ഹയർ എഡ്യൂക്കേഷനിലോട്ട് വരുന്ന സമയത്ത് GNMന് നമുക്ക് പോസ്റ്റ് ബേസിക് ചെയ്യാൻ പറ്റും. പക്ഷെ BSc നഴ്സിംഗിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് ഉണ്ട്. MSc ഡിഗ്രി തന്നെ ഒരുപാട് പ്രോഗ്രാംസുകളുണ്ട്. ഇപ്പോൾ പീഡിയാട്രിക് നഴ്സിംഗ്, ഓങ്കോളജി നഴ്സിംഗ്, ജനറൽ നഴ്സിംഗ്, സർജിക്കൽ നഴ്സിംഗ് പോലെ ഒത്തിരി PG പ്രോഗ്രാമുകൾ BSc നഴ്സിംഗിനുണ്ട്. ആ ഒരു സംവിധാനം നമുക്ക് GNMൽ കിട്ടൂല. അപ്പോൾ ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്ന കുട്ടികളും അതുപോലെ തന്നെ ഈ നഴ്സിംഗ് അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ പല കോഴ്സുകളും പഠിക്കാൻ വരുന്ന കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചിങ് മേഖലയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്കും BSc നഴ്സിംഗ് ആണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇനിയിപ്പോൾ MSc അനാട്ടമി ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അനാട്ടമി, ഫിസിയോളജി, മൈക്രോബയോളജി, ബയോകെമിസ്ട്രി, പാത്തോളജി പോലുള്ള ജനറൽ സബ്ജക്റ്റുകൾ, MSc ഫാർമക്കോളജി പോലുള്ള ജനറൽ ആയിട്ടുള്ള സബ്ജക്റ്റുകൾ പഠിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ജനറൽ സബ്ജക്റ്റുകൾ ടീച്ച് ചെയ്യാൻ പറ്റും. MScയിൽ തന്നെ നമുക്ക് നഴ്സിംഗിൽ തന്നെ ഒരുപാട് വൈവിധ്യമായിട്ടുള്ള കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ റിസർച്ചിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ പിന്നെ PhD എടുക്കാൻ പറ്റും, ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റും. കാരണം അനന്തമായിട്ടുള്ള ഹയർ എഡ്യൂക്കേഷൻ 200-ലധികം മേഖലയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് BSc നഴ്സിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് BSc നഴ്സിംഗ് എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ഡിഗ്രിയാണ്. GNM എന്ന് പറയുന്നത് ഒരു എൻട്രി ലെവൽ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മാത്രമാണ്. ഇതിന്റെ ഒരു സർട്ടിഫിക്കറ്റിന്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി പറയാനുള്ളത് കരിയർ ഗ്രോത്തിനെ കുറിച്ചിട്ടാണ്. അപ്പൊ കരിയർ ഗ്രോത്ത് എന്ന് പറയുമ്പോൾ
ഇപ്പൊ GNM എന്ന് പറയുമ്പോൾ 3 വർഷത്തെ പ്രോഗ്രാമാണ്. അത് മാത്രം കഴിഞ്ഞാൽ നമുക്ക് സ്ലോ ആയിട്ടുള്ള ഒരു പ്രൊമോഷനും കാര്യങ്ങളും അല്ലെങ്കിൽ ഒരു നല്ലൊരു സാലറിയിലോട്ടൊക്കെ എത്തിപ്പെടണം എന്നുണ്ടെങ്കിൽ കുറച്ച് സ്ലോ ആയിരിക്കും, കുറച്ച് ടൈം എടുക്കും അതിലോട്ട് എത്തുക എന്ന് പറയുന്നത്. പക്ഷെ BSc നേഴ്സുമാരുടെ ജോബ് റോള് അല്ലെങ്കിൽ ഒരു കരിയർ ഗ്രോത്ത് എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിരിക്കും. അതുപോലെ തന്നെ വേൾഡ് വൈഡ് ഓപ്പണിംഗ് കിട്ടുന്ന ഒരു പ്രോഗ്രാം, പുറത്തോട്ടേക്കൊക്കെ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾക്ക് BSc നഴ്സിംഗ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആണ്. കാരണം പല രാജ്യങ്ങളും ഡിപ്ലോമ സർട്ടിഫിക്കറ്റിലേറെ കൂടുതൽ വാല്യൂ കൊടുക്കുന്നത് ഡിഗ്രി സർട്ടിഫിക്കറ്റിനാണ്. ഇപ്പോൾ വേറെയുള്ള വിദേശ രാജ്യങ്ങളിലോട്ടൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ കുട്ടികൾ മൈഗ്രേറ്റ് ചെയ്യുന്നത് BSc നേഴ്സുമാരാണ്. പക്ഷെ GNM-മാർക്കും ഓപ്പർച്യൂണിറ്റി, പുറത്തോട്ടേക്ക് പോകാൻ പറ്റില്ല എന്നല്ല, GNM-ഉം പോസ്റ്റ് ബേസിക്കും കഴിഞ്ഞതിന് ശേഷം ഒത്തിരി കുട്ടികൾ രജിസ്ട്രേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം പുറത്തോട്ടേക്ക് പോകുന്ന കുട്ടികളുണ്ട്. പക്ഷെ ടൈം എടുക്കും, അത് കുറച്ചും കൂടി കൂടുതൽ പഠിക്കാനുണ്ടാവും. അപ്പോൾ അത് കുറച്ചും കൂടി ടഫാണ്. അതായത് GNM പ്ലസ് അതുപോലെ തന്നെ പോസ്റ്റ് ബേസിക് സയൻസ് പഠിക്കാത്തൊരു ഹ്യൂമാനിറ്റീസും കൊമേഴ്സും ഒക്കെ പഠിച്ച കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ചും കൂടി ടഫായിരിക്കും. BSc നഴ്സിംഗ് സയൻസ് പഠിച്ച കുട്ടികളിൽ തന്നെ ആവറേജ് മാർക്കുള്ള കുട്ടികളൊക്കെ പഠിക്കാൻ ഭയങ്കര ടഫാണ്. ഒരുപാട് കുട്ടികൾ BSc നഴ്സിംഗ് തോൽക്കുന്ന കുട്ടികളും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ നഴ്സിംഗ് ആണ് ഭയങ്കര ഈസിയാണ്, ഫുള്ള് പ്രാക്ടിക്കൽ ആണെന്ന് കരുതിയിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, നഴ്സിംഗിലോട്ട് വരരുത്. ഇനി സാലറിനെ കുറിച്ച് പറയുന്ന സമയത്ത് നിലവിൽ നമ്മുടെ നാട്ടിൽ നഴ്സുമാർക്ക് കിട്ടുന്ന സാലറി ഒരു 20, 25, 30 ഒക്കെയാണ് ആവറേജ് കിട്ടുന്ന സാലറി BSc നഴ്സുമാർക്ക്. അപ്പൊ സ്വാഭാവികമായിട്ടും GNM-മാർക്ക് കിട്ടുന്ന സാലറി BSc-കാരുടെ കുറവായിരിക്കും എന്നുള്ളതാണ് സത്യം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് GNM-നെ കുറിച്ചിട്ടും BSc നഴ്സിംഗിനെ കുറിച്ചിട്ടുള്ള ഡിഫറൻസസ് പറയാനുള്ളത്. അപ്പോൾ ഇത് ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ്. ഇതിലിപ്പോ ഏതാണ് ബെറ്റർ കോഴ്സ് അങ്ങനെയൊന്നുമില്ല, രണ്ടും നല്ല കോഴ്സാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒറ്റ ചോദ്യം BSc നഴ്സിംഗ് ആണോ GNM ആണോ നല്ലതെന്ന് ചോദിക്കണമെങ്കിൽ അതിന് നമുക്കൊരു ഉത്തരം കൊടുക്കാൻ പറ്റൂല. കാരണം ഇപ്പൊ ഒരു +2 കൊമേഴ്സും ഹ്യൂമാനിറ്റീസും കഴിഞ്ഞ കുട്ടി വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് നേഴ്സ് ആവണം എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും BSc നഴ്സിംഗ് റെഫർ ചെയ്ത് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പൊ അവര് ഒബ്വിയസ്ലി എന്ത് ചെയ്യണം, GNM പഠിച്ചു കഴിഞ്ഞതിന് ശേഷം പോസ്റ്റ് ബേസിക് ഒക്കെ ചെയ്ത് കുറച്ച് സ്ട്രഗിൾ ചെയ്ത് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടാക്കി പുറത്തോട്ടേക്ക് പോയി നല്ല ജോലി നേടണം, കുറച്ച് ടൈം എടുക്കും. പക്ഷെ ആ സ്ഥാനത്ത് ഒരു +2 സയൻസ് കഴിഞ്ഞ കുട്ടി ഡയറക്റ്റ് ആയിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് എനിക്ക് പുറത്ത് പോകണം, നേഴ്സ് ആവണമെന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് 4 ഇയേഴ്സ് ഡ്യൂറേഷൻ വരുന്ന BSc നഴ്സിംഗ് മതി. പിന്നെ ഇതേ കുട്ടിക്ക് തന്നെ ഹയർ എഡ്യൂക്കേഷനിലും അത്രത്തോളം പോസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ബേസിക് ആയിട്ട് ഇതിന്റെ ഡിഫറൻസസ് നിങ്ങൾ എന്തായാലും മനസ്സിലാക്കും. GNM എടുക്കുന്ന കുട്ടികളാണെങ്കിലും BSc നഴ്സിംഗ് എടുക്കുന്ന കുട്ടികളാണെങ്കിലും ഈ +2 സയൻസ് കഴിഞ്ഞതിന് ശേഷം GNM എടുക്കുന്ന കുട്ടികൾക്ക് BSc നഴ്സിംഗിൽ മിസ് ചെയ്യാൻ പോകുന്ന സാധ്യതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യുക. ഇത്ര കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് പറയാനുള്ളത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾക്ക് കമന്റിൽ ചോദിക്കാം. അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സുകളെ കുറിച്ചിട്ടും നിങ്ങളുടെ പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോമിൽ നിങ്ങളുടെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് നമ്മൾ പേഴ്സണലി തരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.